ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഫിസിയോളജി ഓഫ് ലാക്ടോജെനിസിസ് എന്ന് വെച്ചാൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ബ്രസ്റ്റിൻ്റെ അനാട്ടമി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങളെന്ന് പറയുമ്പോൾ ഈ കാണുന്നത് നിപ്പിള്, അത് കഴിഞ്ഞ് ഈ കറുത്ത ഭാഗം ഏരിയോളൈ, അത് കഴിഞ്ഞ് ഇത് റെസ്റ്റ് ഓഫ് ബ്രസ്റ്റ് ടിഷ്യൂ, അതിൻ്റെ ബ്രസ്റ്റ് മാസാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റി പറയാം. ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ ഈ മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻസ് ആണ് ഈ കാണുന്നത്, മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻസ്. അപ്പോൾ അതിൻ്റെ ഓരോ മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻഡിൻ്റെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആൽവിയോളൈ എന്ന് പറയും. ആൽവിയോളൈ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് മിൽക്ക് ഡക്റ്റ്, അത് ഇങ്ങനെ പലത് ചേർന്ന് അവസാനം വലുതായിട്ട് ലാക്റ്റിഫറസ് സൈനസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഏരിയോളയുടെ ആ ഭാഗത്താണ് ഇത് വന്ന് ലാക്റ്റിഫറസ് സൈനസ് എല്ലാം കൂടെ വരുന്നത്. അത് കഴിഞ്ഞ് അത് ചെറിയ കുഴലിൽ കൂടെ നിപ്പിളിൽ കൂടെ പുറത്ത് കിടക്കും. അത് കുട്ടിക്ക് കുടിക്കുമ്പോൾ പാല് സക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് അത് കിട്ടും. ആ പാല് ആൽവിയോളായി, മിൽക്ക് ഡക്റ്റ്, ലാക്റ്റിഫറസ് സൈനസ്. അപ്പോൾ ഇത് മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻഡിൻ്റെ ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് ഈ ലാക്റ്റിഫറസ് സൈനസ് നിപ്പിളിൽ കൂടെ പുറത്തോട്ടും, പിന്നെ ബാക്കി സപ്പോർട്ടിംഗ് ടിഷ്യൂ ആൻഡ് ഫാറ്റ്. ഈ ആൽവിയോളൈ ഒന്ന് വലുതാക്കി വരച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിൽ മിൽക്ക് സെക്രീറ്റിംഗ് സെൽസ് ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് മസിൽ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ മിൽക്ക് സെക്രീറ്റിംഗ് സെൽസിനെ കൺട്രോൾ ചെയ്യുന്നത് പ്രൊലാക്റ്റിനാണ്. ഈ മസിൽ സെൽസിനെ കൺട്രോൾ ചെയ്യുന്നത് ഓക്സിറ്റോസിനാണ്. അപ്പോൾ ഈ പ്രൊലാക്റ്റിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യുമ്പോൾ ഈ മിൽക്ക് സെൽസ് കൂടുതൽ പാല് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഇത് ഓക്സിറ്റോസിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ മസിൽ സെൽസ് കൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ മിൽക്ക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത മിൽക്ക് ഈ ഡക്റ്റ് ഇത് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഡക്റ്റിൽ കൂടെ വലിയ ഡക്റ്റിലോട്ട് കടക്കും. അപ്പോൾ ഈ കുട്ടി പാല് കുടിക്കുമ്പോൾ നിപ്പിളിൽ അല്ലെങ്കിൽ ഏരിയോളയിൽ നിപ്പിളിലും കൂടെ സക്ക് ചെയ്യുമ്പോൾ അത് വളരെ സെൻസിറ്റീവ് ഏരിയയാണ്. സെൻസിറ്റീവ് ഏരിയ ആകുമ്പോൾ ചില റിഫ്ലക്സുകൾ ബ്രെയിനിലോട്ട് പോകും. ഈ സക്ക് ചെയ്യുമ്പോഴുള്ള റിഫ്ലക്സ്, ആ റിഫ്ലക്സ് ബ്രെയിനിൽ ചെല്ലുമ്പോൾ അവിടെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ചില ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രൊലാക്റ്റിൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ പിറ്റോസിൻ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനെ പറ്റി പറയാം. അപ്പോൾ കുട്ടി സക്ക് ചെയ്യുമ്പോൾ ഈ റിഫ്ലക്സ് ബ്രെയിനിലെത്തുമ്പോൾ ഈ പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നു. പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. അപ്പോൾ അത് നൈറ്റ് ടൈമിലാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ടൈമിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊലാക്റ്റിൻ റിഫ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ നൈറ്റിൽ കുട്ടിക്ക് പാല് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഈ
പ്രൊലാക്റ്റിൻ റിഫ്ലക്സ് പോലെ തന്നെയാണ് ഓക്സിറ്റോസിൻ റിഫ്ലക്സും. അത് കുട്ടി സക്ക് ചെയ്യുമ്പോൾ ഏരിയോളയിലും നിപ്പിളിലും സക്ക് ചെയ്യുമ്പോൾ ആ റിഫ്ലക്സ് ബ്രെയിനിലെത്തുമ്പോൾ ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥി തന്നെയാണ് ഈ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ ഈ മസിൽ സെൽസിനെ കൺട്രാക്റ്റ് ചെയ്യും. ഈ ആൽവിയോളയുടെ മസിൽ സെൽസിനെ കൺട്രാക്റ്റ് ചെയ്യും. മസിൽ സെൽസിനെ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ മിൽക്ക് സെക്രീറ്റിംഗ് സെൽസ് ഉണ്ടാക്കിയ മിൽക്ക് ഡക്റ്റിൽ കൂടെ പുറത്തു വരും. ഡക്റ്റിൽ കൂടെ അത് ഒഴുകി അവസാനം ലാക്റ്റിഫറസ് സൈനസിലെത്തും. അത് നിപ്പിളിൽ കൂടെ പുറത്തു വരും, കുട്ടിക്ക് പാല് കിട്ടും. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ പാല് പ്രൊഡക്ഷൻ കുറയാനുള്ള കാരണങ്ങൾ, ഒന്ന് ഈ കുപ്പിപ്പാൽ കൊടുക്കുന്ന കുട്ടികൾ, അവർക്ക് അന്നേരം അമ്മയുടെ പാൽ സെക്രീഷൻ കുറയും. അതുപോലെ തന്നെ സപ്പോർട്ടിങ് സംഗതികൾ, ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് വാട്ടർ, ചിലർ ഹണി കൊടുക്കാറുണ്ട്, തേൻ, പിന്നെ പാൽപ്പൊടി കലക്കി കൊടുക്കാറുണ്ട്. ഇതെല്ലാം അമ്മയുടെ പാല് കുറയാനുള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റിന് വേദന ഉണ്ടാകുന്ന കണ്ടീഷൻ, ഉദാഹരണത്തിന് നിപ്പിളിൽ ക്രാക്സ് വരിക, അല്ലെങ്കിൽ ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാല് കൊടുക്കാതിരിക്കുമ്പോൾ ബ്രസ്റ്റിൽ ഈ പാല് കെട്ടിയിട്ട് സിവിയർ പെയിൻ വരും. അത് മിൽക്ക് സെക്രീഷനെ തടയും. അപ്പോൾ ഈ ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ നിയന്ത്രിക്കുന്ന വേറെ ചില ഘടകങ്ങളുണ്ട്. ഈ പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും ഒക്കെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വീട്ടിലെ ഒരു സന്തോഷമായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മിൽക്ക് സെക്രീഷൻ കൂടിയിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെല്ലാ ദിവസവും വഴക്ക്, അപ്പോൾ അതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഈ മിൽക്ക് സെക്രീഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ദിവസവും വഴക്കിടുന്നു, അതുപോലെ തന്നെ അമ്മ പോര്, നാത്തൂൻ പോര്, ഇതെല്ലാം മിൽക്ക് സെക്രീഷൻ കുറയാനുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഈ അഡ്രിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും മിൽക്ക് സെക്രീഷൻ കുറഞ്ഞിരിക്കും. അടുത്ത ഒരു കാരണം, മിൽക്ക് സെക്രീഷൻ കുറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നഡിക്വേറ്റ് എംറ്റിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഒരു ഇച്ചിരിച്ചേ കുടിക്കുന്നുള്ളൂ, അവൻ മൊത്തം പാലും കുടിക്കുന്നില്ല, അമ്മ അത് കറന്ന് കളയുന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ കുറയും. കുട്ടി മൊത്തം പാലും കുടിക്കുകയാണെങ്കിൽ അത് വീണ്ടും പാലുണ്ടാകാനുള്ള ഒരു സ്റ്റിമുലേഷൻ, ഒരു റിഫ്ലക്സ് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ പാലുണ്ടാകും. അതുപോലെ രാത്രി പാല് കൊടുക്കുന്ന ശീലം ഇല്ലെങ്കിൽ ഈ പ്രൊലാക്റ്റിൻ റിഫ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. അപ്പോൾ അതും ഒരു പാല് കുറയാനുള്ള പ്രധാന ഘടകമാണ്. പിന്നെ പാല് കുറയാനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കുട്ടിക്ക് പാല് കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ വെളുപ്പിനെ അമ്മ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നു, അവർ രാത്രി ആകാറാകുമ്പോഴായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്, അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയം വരെ വീട്ടിലുള്ള അമ്മയാണേലും കുട്ടിക്ക് ചിലപ്പോൾ കുപ്പിപ്പാലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് മിൽക്ക് സെക്രീഷൻ കുറയാനുള്ള ഒരു ഘടകമാണ്. ഫിസിയോളജി ഓഫ് ലാക്ടോജെനിസിസ് എന്ന് പറഞ്ഞാൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ശാസ്ത്രം. അപ്പോൾ ഈ വീഡിയോ ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.